2024 കോപ്പ അമേരിക്ക ക്വാർട്ടർ ഫൈനലിൽ ഉറുഗ്വേയ്ക്ക് മുന്നിൽ ബ്രസീലിന്റെ മോഹങ്ങൾ തകർന്നടിഞ്ഞു. കാനറിപ്പടയുടെ അന്നത്തെ ആ തോൽവിക്കും ടൂർണമെന്റിൽ നിന്നുള്ള പുറത്താകലിനും ഏറെ പഴികേൽക്കേണ്ടി വന്ന ഒരാൾ. അന്ന് സ്വന്തം ആരാധകർക്ക് മുന്നിൽ പോലും അയാൾക്ക് പരസ്യമായി ക്ഷമാപണം നടത്തേണ്ടി വന്നു. 2 വർഷത്തിനു പുറം കാൽപന്ത് കളിയുടെ സ്വർണ്ണകിരീടം തേടി ബ്രസീൽ പന്ത് തട്ടുമ്പോൾ അവരുടെ സ്വപ്നങ്ങളെ തോളിലേറ്റുന്നതും അയാളാണ്. അന്ന് വിമർശിച്ചവർ പോലും ഇന്ന് അയാൾക്കായി കൈയടിക്കുകയാണ്. ഡിയർ വിനീഷ്യസ് ജൂനിയർ, ദിസ് ഈസ് യുവർ ടൈം. ലോകകപ്പിൽ ബ്രസീലിന്റെ ആദ്യ 2 മത്സരങ്ങൾ കഴിഞ്ഞു. സൂപ്പർ താരം നെയ്മർ ഇല്ലാതെയാണ് 2 മത്സരങ്ങൾക്കും ബ്രസീൽ ഇറങ്ങിയത്. ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയായിരുന്നു ആദ്യ എതിരാളി. ആ മത്സരത്തിൽ തോൽവിയുടെ ഇരുണ്ട വഴിയിലേക്ക് നീങ്ങിയ ടീമിനെ തിരികെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് വിനീഷ്യസ് ജൂനിയറുടെ സമനില ഗോളായിരുന്നു. ഹെയ്ത്തിക്കെതിരായ 2ാം മത്സരം എതിരില്ലാത്ത 3 ഗോളിനാണ് ബ്രസീൽ ജയം പിടിച്ചത്. മത്സരത്തിൽ കാനറിപ്പടയുടെ ആദ്യ ഗോൾ നേടിയത് കുഞ്ഞിയായിരുന്നെങ്കിലും ആ ഗോളിന് വഴിമരുന്നൊരുക്കിയത് വിനീഷ്യസ് ആയിരുന്നു. ഹെയ്ത്തി ഗോൾ വല ലക്ഷ്യമാക്കി വിനി പായിച്ച ഷോട്ടിന്റെ റീബൗണ്ടിൽ നിന്നായിരുന്നു ആ ഗോൾ പിറന്നത്. 2ാമത്തെ ഗോളിന് വിനിയുടെ തകർപ്പൻ അസിസ്റ്റ്, കുഞ്ഞ് വീണ്ടും ലക്ഷ്യം കണ്ടു. 3ാമത്തെ ഗോൾ വിനിയുടെ ക്ലിനിക്കൽ ഫിനിഷിംഗ്. കഴിഞ്ഞ സീസണിൽ റയൽ മാഡ്രിഡിനായി തരക്കേടില്ലാത്ത പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു വിനി. ആ ഫോമുമായാണ് അയാൾ ലോകകപ്പിനെത്തിയത്. ലോകകപ്പിൽ ആദ്യത്തെ 2 കളിയിൽ നിന്ന് ബ്രസീൽ 4 ഗോളുകളാണ് നേടിയത്. വ്യത്യസ്ത നിമിഷങ്ങളിൽ പിറന്ന 4 ഗോളുകൾക്ക് പിന്നിലും വിനീഷ്യസിന്റെ മാന്ത്രിക സ്പർശമുണ്ട്. വിനീഷ്യസിനെ നോക്കി വലിയ ടൂർണമെന്റുകളിൽ അവൻ പതറുമെന്ന് പരിഹസിച്ചവരുണ്ട്. അയാൾ വെറും ക്ലബ് പ്രൊഡക്റ്റ് മാത്രമാണെന്ന് മുദ്രകുത്തിയവരുമുണ്ട്. അവർക്ക് മുൻപിൽ നിന്ന് അയാൾ തലയുയർത്തി നിൽക്കുകയാണ്. പുൽമൈതാനത്ത് വർണ്ണവെറിയന്മാരുടെ ഒരുപാട് അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിയവനാണ്. തിരിച്ചടികളിൽ നിന്നും ഉയർന്നു വന്ന പോരാളി. ഡോൺ കാർലോയുടെ വജ്രായുധമായി വിനി ഇനിയും ബ്രസീലിയൻ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടാനുണ്ടാകും. തടയാൻ കെൽപ്പുള്ളവർക്ക് അയാളെ തടയാം.